രാജ്യതലസ്ഥാനത്ത് സ്ത്രീ സർവ്വസൈന്യാധിപതിയാണ്. ഇതാ ഇപ്പോൾ രാജ്യതലസ്ഥാനം നയിക്കാനും സ്ത്രീ തന്നെ വരികയാണ്. BJP-യുടെ ഭാഗത്തു നിന്നും വമ്പൻ പ്രവചനമാണ് നടത്തിയിരിക്കുന്നത്. ഉന്നത സ്ഥാനത്തേക്കൊരു വനിതാ MLA പരിഗണിക്കുമെന്നാണ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ജാതി സമവാക്യങ്ങളും BJP പരിഗണിക്കുമെന്നും പട്ടികജാതിയിൽ നിന്നുള്ള ഒരു MLA തിരഞ്ഞെടുക്കുമെന്നും വൃത്തങ്ങൾ വ്യക്തമാക്കി. BJP MLA-മാരിൽ 4 പേർ പട്ടികജാതിയിൽ നിന്നുള്ളവരാണ്. BJP-യുടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട 48 നിയമസഭാംഗങ്ങളിൽ 4 സ്ത്രീകളും ഉൾപ്പെടുന്നു. നീലം പെഹൽവാൻ, രേഖ ഗുപ്ത, പൂനം ശർമ്മ, ശിഖ റോയ് എന്നിവരാണ് സ്ത്രീ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള MLA-മാർ. ഇവരിൽ ആരുമാകാം രാജ്യതലസ്ഥാനം നയിക്കാൻ പോകുന്നതെന്നാണ് വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഡൽഹി തിരഞ്ഞെടുപ്പിൽ BJP വൻ വിജയം നേടിയിരുന്നു. അതേപോലെ തന്നെ രാജ്യതലസ്ഥാനത്ത് ആം ആദ്മി പാർട്ടിയുടെ പതിറ്റാണ്ടു നീണ്ടുനിന്ന ഭരണത്തിന് അന്ത്യം കുറിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞു. BJP നേതൃത്വം ഇതുവരെയും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനാൽ നിരവധി പേരുകൾ ചർച്ചയിലുണ്ട്. അവരിൽ MLA-മാർ അല്ലാത്ത ചിലരും ഉൾപ്പെടുന്നുണ്ട്. അനിശ്ചിതത്വത്തിനിടയിൽ തന്നെ അടുത്ത ഡൽഹി മുഖ്യമന്ത്രി MLA-മാരിൽ നിന്നും ആയിരിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഫെബ്രുവരി 13-ന് ശേഷമായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്നാണ് ലഭ്യമായ വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുവ സന്ദർശനം കഴിഞ്ഞതിന് ശേഷം മാത്രമാകും ഡൽഹിയിലെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നത്. ദേശീയ തലസ്ഥാനത്ത് അടുത്ത സർക്കാരിനെ നയിക്കാൻ തങ്ങളുടെ നേതാവിനെ കണ്ടെത്താനുള്ള ആലോചനകൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഈ വിവരങ്ങൾ എല്ലാം തന്നെ പുറത്തുവരുന്നത്. 27 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് 70 അംഗ നിയമസഭയിലെ 48 സീറ്റുകൾ നേടിയാണ് BJP ഡൽഹിയിൽ അധികാരം തിരിച്ചുപിടിച്ചത്. ഒരു പതിറ്റാണ്ടായി ഡൽഹി ഭരിക്കുന്ന AAP-ക്ക് 22 സീറ്റുകൾ മാത്രമേ നിർണായക തിരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഏറെക്കാലം ഡൽഹി ഭരിച്ച കോൺഗ്രസ് ആകട്ടെ ഇക്കുറിയും അക്കൗണ്ട് തുറക്കാൻ കഴിയാതെ തന്നെ പരാജയപ്പെടുകയായിരുന്നു. നേരത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തന്നെ AAP അടക്കമുള്ള പാർട്ടികൾ ചൂണ്ടിക്കാട്ടിയ കാര്യമായിരുന്നു BJP-യുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ അഭാവം. ആരുടെയും പേരെടുത്തു പറയാതെയാണവർ തിരഞ്ഞെടുപ്പിനെ നേരിട്ടതും. അതുകൊണ്ട് തന്നെ 5ഓളം പേർ നിലവിൽ പരിഗണനയിലുണ്ട്. BJP-യുടെ ഉന്നതതല യോഗങ്ങൾ ഡൽഹിയിൽ മുറുകെ നടക്കുകയാണ്. എന്നാൽ അന്തിമ തീരുമാനം ഇതുവരെയും വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഒരു സ്ത്രീ തന്നെയായിരിക്കും രാജ്യതലസ്ഥാനം ഭരിക്കുക എന്ന് തന്നെയാണ്. 27 വർഷങ്ങൾക്കു ശേഷം ഡൽഹിയിൽ അധികാരത്തിൽ തിരിച്ചെത്തിയ BJP-യുടെ വിജയത്തിന് ചുക്കാൻ പിടിച്ചത് മുതിർന്ന നേതാവ് പർവേഷ് വർമ്മ അടക്കമുള്ളവരാണ്. ന്യൂഡൽഹി മണ്ഡലത്തിൽ കഴിഞ്ഞ 12 വർഷമായി വെന്നിക്കൊടി പാറിച്ചിരുന്ന AAP കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ തകർത്തെറിഞ്ഞാണ് വർമ്മ ജയം നേടിയത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ പേരും പരിഗണിക്കുന്നുണ്ട്.